ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രചനയെ മഞ്ജിമ വിളിക്കുകയാണ്. മഞ്ജിമയ്ക്ക് ഇരിക്കപ്പുറതിയില്ല, നമ്മുടെ രചനയ്ക്ക് ഇരിക്കപ്പുറതിയില്ല. ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇനി അങ്ങോട്ടേക്ക്. മഞ്ജിമയെ, നീ എന്താ ഈ നേരത്തെ വിളിച്ചത്? നീ ഉറക്കം വരാതെ കിടക്കുമെന്നൊക്കെ എനിക്ക് അറിയാം എന്ന് മഞ്ജിമ പറഞ്ഞു. എങ്ങനെ ഉറങ്ങാനാ? നിനക്കിനി ഉറക്കം കിട്ടുന്ന രാത്രികളല്ലല്ലോ വരാൻ പോകുന്നത്. അതെനിക്ക് മാത്രമായിട്ട് നീ വരവ് വെക്കണ്ട. അതിലൊരു പങ്ക് നിനക്കും കൂടി ഉള്ളത് തന്നെയാ എന്ന് രചന തിരിച്ചും പറഞ്ഞു. എങ്ങനെയുണ്ടടി മഞ്ജിമേ അവിടുത്തെ മേളം? ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു അച്ഛനാകാൻ പോകുന്നതിൻ്റെ ആഹ്ലാദത്തിക്കുറിപ്പിലായിരിക്കും മഹേഷ് അല്ലേ? അയ്യോ, അത് തന്നെയാ. മഹേഷിൻ്റെ ഭാവം കണ്ട അങ്ങനെ തന്നെയാ. അതിനൊത്ത് തുള്ളാൻ നിന്റെ മോളും. പാവം എൻ്റെ മോൾക്ക് ഭവിഷ്യത്ത് അറിയത്തില്ലല്ലോ. അനിയനോ അനിയത്തിയോ വന്നാൽ അവൾക്കൊരു കൂട്ടായിന്നാ അവൾ വിചാരിച്ചിരിക്കുന്നത്. അയ്യോ, എൻ്റെ പൊന്നു രചന, ഇവിടെ ഉണ്ടല്ലോ ഇഷിതയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അവളുടെ ചെകിട് നോക്കി ഒന്ന് പൊട്ടിക്കാനാ എനിക്ക് തോന്നിയത്. എൻ്റെ കൈ തരിച്ചതാ. എനിക്കിപ്പോൾ എല്ലാം അടക്കി വെക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ രചന ചോദിച്ചു, എന്തൊക്കെയാ പറഞ്ഞത്? എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? അല്ല, അമ്മയാകാൻ കഴിയില്ല എന്ന് മറ്റുള്ളവർ പരിഹസിച്ചതൊക്കെ തന്നെയാ. മനസ്സിന് നടത്തിയ കള്ളക്കളികളൊക്കെ പിടിച്ചത് തന്നെയാ തുടക്കം. പെണ്ണ് പരിപൂർണയാകുന്നത് അമ്മയായിട്ട് മാത്രമല്ല എന്ന്. അതായത് ഗർഭം അവൾക്ക് വലിയ കാര്യമല്ല എന്ന്. അതുകൂടി കേട്ടതോടെ എൻ്റെ പക കൂടിയിരിക്കുക. ഇപ്പം അവൾക്ക് ഇത്ര അഹങ്കാരമാണെങ്കിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പം രചന ചോദിച്ചു, നിനക്ക് മനസ്സിലായി അല്ലേ? അതെ, മനസ്സിലായി. അമ്മയെപ്പോലും അവൾ വരച്ച വരയിൽ നിർത്തിയിരിക്കുക. ഈ വീടിൻ്റെ കടിഞ്ഞാൻ ഇഷിതയുടെ കയ്യിലാകും. ഞാൻ എപ്പോൾ ഇവിടെ നിന്ന് ചാടിയെന്ന് ചോദിച്ചാൽ മതി. അതാ മഞ്ജിമേ, ഞാൻ ഇതൊക്കെ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ. അപ്പം നിൻ്റെ കാതിലോട്ട് കയറിയില്ല. നഷ്ടമേ നിനക്ക് മാത്രമാണ്. അവൾക്ക് നീ ഒരു അധികപ്പറ്റ് തന്നെയാ. മഞ്ജിമ പറഞ്ഞു, ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. എന്ത് വില കൊടുത്തും അവളുടെ ഗർഭം ഞാൻ കലക്കിയിരിക്കും. അവൾ ആ കുഞ്ഞിനെ പ്രസവിക്കത്തില്ല. അവളുടെ അഹങ്കാരത്തിന് തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ എൻ്റെ പേര് മഞ്ജിമ എന്നല്ല. അപ്പോഴേക്ക് രചന പറഞ്ഞു, എത്രയും പെട്ടെന്ന് അത് വേണം. വെച്ച് താമസിപ്പിച്ചാലുള്ള ബുദ്ധിമുട്ട് നിനക്കറിയാലോ. നന്നായിട്ടറിയാം. നീ ഫോൺ വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും രചനയ്ക്കും ഒരു സമാധാനം. ഇത്രയും പറഞ്ഞപ്പോൾ മഞ്ജിമയ്ക്കും ഒരു സമാധാനം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശ് സുമിതിയാണെന്ന് തോന്നുന്നു വിളിച്ചോണ്ടിങ്ങനെ ഇരിക്കുന്നത്. പഠിച്ച കള്ളിയാ സുമി. അവളുടെ ലക്ഷ്യം വേറെയാ. ആകാശ് മേനോൻ ഇതാണ് ഹരെന്നവളും മനസ്സിലാക്കുന്നില്ല. ഇരയെ വേട്ടയാടി പിടിക്കുക. അപ്പോഴാണ് രചന അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഫോണിൽ സുമിതയെ പിടിക്കാനുള്ള പരിപാടിയിലായിരുന്നു ആകാശ്. രചന, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് മനസ്സമാധാനം ഇല്ലാതാക്കല്ലേ. അതിനെനിക്ക് എന്നാ മനസ്സമാധാനം കിട്ടിയിട്ടുള്ളത്? ആകാശ് ഒന്ന് പറഞ്ഞു താ. ഞാനത് പറഞ്ഞാൽ നിനക്ക് ദഹിച്ചൊന്നും വരില്ല. നീ 2 വഞ്ചിയിൽ കാല് വെച്ച് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പം മുതൽ നിന്റെ സമാധാനം പോയി. അതിനു മുമ്പ് നമ്മൾ എങ്ങനെയാ കഴിഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ആകാശിന് ഇതേ പറയാനുള്ളൂ എന്ന് എനിക്കറിയാം. ഇഷിത കുഞ്ഞിനെ പ്രസവിക്കരുത്. അതിനൊരു വഴിയാണ് എനിക്ക് വേണ്ടത്. നിനക്ക് വേണ്ടപ്പെട്ട ഒരാൾ അവിടെ ഉണ്ടല്ലോ, മഞ്ജിമ. ഒരു കുളം കലക്കാനുള്ള വിഷം കയ്യിലുള്ളവൾ. അതെനിക്കറിയാം. അവൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്തെങ്കിലും ചെയ്യാൻ ആ വീട്ടിൽ വെച്ച്. പക്ഷെ പിടിക്കപ്പെടുമെന്നുള്ള പേടി അവൾക്കുണ്ട്. കണ്ടു പഴകിയ പഴയ നമ്പരൊന്നും എടുക്കരുത്. ഈ എണ്ണ നിലത്തിരിച്ച് വീർത്തുക, പാലിലോ ജ്യൂസിലോ പൊടി കലർത്തി കൊടുക്കുക, അതൊന്നും ചെയ്യരുതെന്ന് നീ അവളോട് പറഞ്ഞേക്കണം. അതൊക്കെ ടി വിയിലൊക്കെ കാണാൻ കൊള്ളാം. മഞ്ജിമയ്ക്ക് അതിനുള്ളൊരു വിവേകം മാത്രമേ ഉള്ളൂ. അതൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. അവളിലെപ്പോഴും അവിടെയുള്ളവരുടെ ഒരു ഉണ്ടാവുകയും ചെയ്യും. ശരിയാ. ഇഷിത കാണുന്ന ഡോക്ടർ ആരാണെന്ന് അറിയിക്കാനായിട്ട് മഞ്ജിമയോട് പറ. ആ ഡോക്ടർ സ്വാധീനിക്കാനുള്ള വഴി ഞാൻ കണ്ടെത്തിക്കോളാം. ഇനി അല്ലെങ്കിൽ ഈ വീട്ടുകാരോടടുത്തുകൂടി ഞാൻ പറയുന്ന ഡോക്ടറെ അടുത്ത് ഇഷിതയെ എത്തിക്കാൻ മഞ്ജിമയ്ക്ക് കഴിയണം. അങ്ങനെ വന്ന 3 മാസത്തിനപ്പുറം പോകത്തില്ല ഗർഭം. അത് അവൾ വിചാരിച്ച് നടക്കുന്ന കാര്യമാണോ ആകാശ്? ഇഷിതയും ഒരു ഡോക്ടറല്ലേ. ഏത് ഡോക്ടറെ കാണണമെന്ന് അവളോട് ആരെങ്കിലും ഉപദേശിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇനി മഞ്ജിമ ഉപദേശം നൽകിയാൽ തന്നെ മഹേഷും ഇഷിതയും അത് അക്സെപ്റ്റ് ചെയ്യോ? നീ ഇങ്ങനെ ഓരോ വഴികൾ അടച്ചാൽ ഉദ്ദേശിച്ച കാര്യം എങ്ങനെ നടക്കും? കാര്യം സാധിക്കാൻ പല വഴികളിലൂടെ ഒരേ സമയം പോകണം. മഞ്ജിമ ഇഷിതയുമായിട്ട് അകൽച്ചയിൽ നിൽക്കാതെ മിത്രമായിട്ട് കൂടിയിട്ടേ കാര്യമുള്ളൂ. അവൾ ഏത് ഡോക്ടറെയാണ് കാണാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഇഷിതയ്ക്ക് പ്രസവിക്കാൻ കഴിയില്ല എന്ന് ഒരു ഡോക്ടർ പറയാൻ ധൈര്യം കാണിച്ചാൽ പ്രതീക്ഷ നഷ്ടമായി എന്ന് അങ്ങക്ക് കരുതരുത്. എന്തായാലും ഡോക്ടർ ദേവിക മനസ്വിനിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് ചെയ്തതോളം വരില്ല ഒരബോർഷനൊന്നും. ഇഷിതയുടെ ഗർഭം നീ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അവളുടെ ഗർഭം ഇല്ലാതാക്കാൻ നിന്നാൽ കഴിയുന്നതൊക്കെ നീ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് എന്തിനും കാട്ട സപ്പോർട്ടായിട്ട് നിൻ്റെ കൂടെ ഞാനുണ്ടാകും. മഹേഷിൻ്റെ ഓരോ വിജയവും എൻ്റെ മുഖത്തേൽക്കുന്ന അടികളാണെന്ന് നിനക്കറിയാമല്ലോ രചന.
അവൻ കരഞ്ഞു കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോഴേക്ക് രചന പറഞ്ഞു, മഞ്ജിമയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പോകാൻ തന്നെയാണ് എൻ്റെ ശ്രമം. ആകാശ് പഴയ നമ്പർ എന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞില്ലേ? കാര്യം കാണാൻ വഴികൾ ഏതായാലും എന്താ നിൻ്റെ ഉദ്ദേശം? അതും മഞ്ജിമയെ വെച്ച്? അതെ, ബ്ലീഡിങ് ആയ നിലയിൽ ഇഷിതയെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും സംഭവിക്കണം. അതിന് നമ്പർ പഴയതോ പുതിയൊന്നും നോക്കണ്ട. മഞ്ജിമ അത് സാധിച്ചിരിക്കും. അവളെ കൊണ്ട് ഞാനത് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ തന്നെ മഞ്ജിമ പിടിക്കപ്പെട്ടാൽ നിനക്കെന്ത് സംഭവിക്കാനല്ലേ? മഞ്ജിമ മഹേഷിൻ്റെ സ്വന്തം പെങ്ങളല്ലേ? അങ്ങനൊരു സംഭവം വന്ന് ആ വീട്ടുകാരത് പുറത്ത് വിടാൻ പോലും തയ്യാറാവത്തില്ല. നീ അവളെ പ്രലോഭിപ്പിച്ചേ പണി തുടങ്ങിക്കോ. അവർ കാണുന്ന ഡോക്ടർ ആരാണെന്ന് ആദ്യം അറിയണം. ഡോക്ടർ ദേവികയെ പോലെ ഒരാളാണെങ്കിൽ എല്ലാം ആകാശ് മേനോനേറ്റു പോരെ എന്നൊക്കെ ചോദിച്ചു. പിന്നെ കാണിക്കുന്നത് മഹേഷ് ബെഡൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മഹേഷ് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഇനി മുതൽ എൻ്റെ ജോലിയായത്. എൻ്റെ പൊന്നു മഹേഷ്, ഡെലിവറി കഴിയുന്നവരെ എന്നെ പിടിച്ച് കിടത്താനാണോ പോകുന്നത്? ദേ, നീ ഇവിടെ ഇരുന്നേ അങ്ങോട്ട്. അങ്ങനെ അവളെ പിടിച്ച് അവിടെ ഇരുത്തി. എന്നിട്ട് കഥ കൂറ്റിയിട്ടു. അതെ എടോ, ഒരു കാര്യം പറയാം. ഒരു പെണ്ണിനെ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് എപ്പോഴാണെന്നറിയോ? അവളൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് മുതൽ ആ കുഞ്ഞിനെ ലോകത്തിന് മുന്നിൽ കാഴ്ച വയ്ക്കുന്നത് വരെ പെണ്ണിൻ്റെ സുവർണ കാലമാണ്. ഭർത്താവതെ ഇങ്ങനെ അവളുടെ ഇഷ്ടങ്ങൾ അറിയാൻ ഓച്ചാനിച്ച് നിൽക്കും. എന്ത് പണി വേണേലും ചെയ്യും. നന്നായിട്ടുണ്ട്. പ്രസവിച്ചവർക്കേ അറിയൂ ഈ സുവർണ കാലഘട്ടത്തിൻ്റെ നൊമ്പരം. പ്രസവവേദനയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് ഇഷിത. പക്ഷേ പ്രസവവേദനയെക്കാളും എത്രയോ വലിയ ടെൻഷനവും വേദന അനുഭവിക്കുന്നതെന്നറിയാവോ ലേബർ റൂമിൻ്റെ വെളിയിൽ നിൽക്കുന്ന ഭർത്താക്കന്മാർ? അപ്പോഴേക്കും ഇഷിത പറഞ്ഞു, എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. അത് മഹേഷ് കരുതുന്ന പോലെയല്ല. താൻ എന്താ ഉദ്ദേശിച്ചത്? എൻ്റെ കുഞ്ഞിനെ ഡെലിവറി വരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ എത്രയോ പേര് ശപിക്കുന്നുണ്ടാകും. ആര് ശപിച്ചാലും നമ്മളെ അത് ബാധിക്കില്ല. സത്യത്തിനും ദൈവത്തിനും നിരക്കാത്ത ഒന്നും താൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല. വെറുക്കുന്നവരെ പോലും താൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. രജനിക്ക് ഇത് വലിയ പ്രശ്നമാകും, അത് ഉറപ്പാ എന്ന് ഇഷിത പറഞ്ഞപ്പോഴേക്കും എന്തായാലും അവൾക്ക് ടെൻഷൻ ഉണ്ടാകും, അതിൽ കവിഞ്ഞ് ഒന്നും സംഭവിക്കാനില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഇഷിത പറഞ്ഞു, അല്ല, മഹേഷിലേക്ക് അടുക്കാനായിട്ട് അവൾ ശ്രമിച്ചിരുന്നു. മഹേഷിൽ എനിക്കൊരു അവകാശവുമില്ല എന്ന തിരിച്ചറിവിൻ്റെ പുറത്തായിരുന്നു രചനയുടെ നീക്കം. അതിനെ ഇപ്പം തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. രചന എങ്ങനെ ഞാനുമായിട്ട് അടുക്കുന്നാണ് ഇഷിത പറയുന്നത്? അതൊരിക്കലും നടക്കില്ല. ഞാൻ അല്പം സ്വാതന്ത്ര്യം കൊടുത്ത് എന്തിനാണെന്ന് തനിക്കറിയാലോ. ഞാൻ കാണാൻ ആഗ്രഹിച്ചത് തൻ്റെ സന്തോഷമുള്ള മുഖമാണ്. ടെൻഷനോ പേടിയോ ഒന്നും വേണ്ട. എൻ്റെ കുഞ്ഞിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്താണെന്നറിയില്ല മഹേഷ്, എൻ്റെ മനസ്സ് വല്ലാണ്ട് ദുർബലപ്പെട്ട് വരികയാണ്. അപ്പോഴേക്കും പതിയെ അവളുടെ താടിയിൽ പിടിച്ചുയർത്തുകയാണ്. എന്നിട്ട് ഇഷിതാന്ന് ഇങ്ങനെ വിളിച്ചു. ഇഷിതയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആത്മവിശ്വാസമുള്ള ഇഷിത ഈ സമയത്ത് ഇങ്ങനെയൊന്നും പാടുള്ളതല്ല. ഒരു ഡോക്ടറായി തനിക്ക് അറിയില്ലേ? പതുക്കെ ഇഷിതയുടെ കണ്ണൊക്കെ തുടച്ചു കൊടുക്കുകയാണ് മഹേഷ്. എന്നിട്ട് സമാധാനിപ്പിക്കുക. മഹേഷ്, ധൈര്യമായിട്ടിരിക്കുക, നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. അങ്ങനെ ഇഷിതയെ ചേർത്ത് പിടിക്കുകയാണ് മഹേഷ്. പിന്നെ കാണിക്കുന്നത് ആദിയാണ് കേട്ടോ. ആദി കിടക്കാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയത്ത് രചന വന്ന് വാതിൽ മുട്ടുക. മോനെ മമ്മിയാ, മോനെ വാതിൽ തുറക്ക്. എന്തായാലും മമ്മി എന്തിനാ ഈ സമയത്ത് എന്നൊക്കെ ആലോചിച്ച് ആദി വാതിൽ തുറന്നു. മമ്മി എന്താ ഇപ്പം വന്നേ? നീ ഉറങ്ങിക്കാണില്ല എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് പതുക്കെ അകത്തേക്ക് കയറി കേട്ടോ. മമ്മിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. നിൻ്റെ ഡാഡിയുടെ വീട്ടിലെ വിശേഷം നീ അറിഞ്ഞോ? നീ അറിയാതിരിക്കില്ല എന്ന് എനിക്കറിയാം. ചിപ്പി അപ്പം നിന്നെ വിളിച്ച് എല്ലാം പറയുന്നുണ്ടല്ലോ. ഞങ്ങൾക്കൊരു കുഞ്ഞാവ് വരാൻ പോകുന്ന കാര്യമാണോ മമ്മി പറയുന്നത്? ചിപ്പി എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അവൾ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. അവൾ തന്നെ ഒരു കുഞ്ഞുവാവ വേണമെന്ന് ഇഷിതാമ്മയോടും പറഞ്ഞതും. അപ്പോഴേക്ക് രചന ചോദിച്ചു, നീയും വലിയ സന്തോഷത്തിലാണല്ലോ. പിന്നെ ഞങ്ങൾക്കൊരു അനിയനോ അനിയത്തിയോ വരുമ്പോൾ സന്തോഷിക്കണ്ടേ? അതെ, അനിയനോ അനിയത്തിയോ വരേണ്ടത് നിങ്ങളുടെ മമ്മിയർ പ്രസവിച്ചിട്ടാ. മക്കൾ അമ്മയ്ക്കാണ് അവകാശം. ഒരച്ഛന് പല സ്ത്രീകളിൽ മക്കൾ ജനിച്ചാൽ അവരെല്ലാം ഒരമ്മ പ്രസവിച്ച മക്കൾക്ക് എങ്ങനെ അനിയനും അനിയത്തിയൊക്കെ ആകും എന്ന് രചന ചോദിച്ചു. എൻ്റെ മോൻ മമ്മിക്കൊന്നും പറഞ്ഞ് താ ഇഷിത പ്രസവിക്കുന്നത് അവളുടെ കുഞ്ഞിനെയാ. ഞാൻ പ്രസവിച്ചത് എൻ്റെ 2 മക്കളെയാ. മമ്മിക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. മക്കൾക്ക് അവരുടെ ഡാഡി തന്നെയാ. മമ്മിയെ ആ ഡാഡിയെ വേണ്ടെന്ന് വെച്ചത്. അതുകൊണ്ടാണ് ഡാഡി ഇഷിതാമ്മയെ വിവാഹം ചെയ്തത്. ഇഷിതാമ്മ പ്രസവിക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഡാഡിയാണെങ്കിൽ ആ കുഞ്ഞ് ഞങ്ങളുടെ അനിയനോ അനിയത്തിയോ തന്നെയാ. അങ്ങനെയല്ല എന്ന് മമ്മി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇടിവെട്ടേറ്റതുപോലെ രചന നിൽക്കുക. ഇഷിതാമ്മ ചിപ്പിയെ സ്വന്തം മോളായിട്ട് തന്നെയാണ് കാണുന്നത്. അവൾ മമ്മിയെക്കാളും സ്നേഹിക്കുന്നത് ഇഷിതാമ്മയെ തന്നെയാണ്. മമ്മി എന്തിനാ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പോകുന്നത്? നീ എന്താടാ കരുതിയത്?
ഇഷിത അമ്മയാകുന്നതിൽ എനിക്ക് അസൂയ തോന്നിയിട്ടാണെന്നോ? ഞാനിത് പറഞ്ഞത് ആകാശ് എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടാ. എന്ത് ചോദ്യങ്ങൾ? ഇഷിതയ്ക്ക് വിശേഷമുള്ള കാര്യമൊക്കെ നിന്റെ അപ്പ മഞ്ജിമേനെ വിളിച്ച് പറഞ്ഞായിരുന്നു. ആകാശ് ചോദിക്കുന്നത് മഹേഷിന് 2 മക്കളുള്ളപ്പം ഇനി എന്തിനാ ഒരു കുഞ്ഞും കൂടെ എന്നാ. അത് അയാളാണോ തീരുമാനിക്കുന്നത് എന്ന് ആദ്യം ചോദിച്ചപ്പം നീ ഓരെപ്പറ്റിയോ പറയുന്നതിന് നിനക്ക് വല്ല ബോധമുണ്ടോ? മമ്മി അയാളെ പേടിച്ചാൽ മതി. എനിക്ക് അയാളെ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എൻ്റെ ഡാഡി വേദനിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്ന അയാളെ ഞാൻ എന്തിനു പേടിക്കണം? അത് അയാളുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. അയാൾ പറയുന്നത് കേട്ട് ഡാഡിക്കെതിരെ എന്നെ തിരിച്ചുവിടാന്ന് മമ്മി കരുതണ്ട. ഡാഡിയോട് നിനക്ക് ഇപ്പം അടുപ്പമുണ്ടായതല്ലേ ഉള്ളൂ. അതിനു മുമ്പ് എനിക്ക് നിനക്കൊരു ജീവിതകാലം ഉണ്ടായിരുന്നു. നമുക്ക് തണലും ആശ്രയമായിട്ട് നിന്നത് ആകാശാണ്. ആകാശിന് അങ്ങനെ ഒരു മനസ്സുണ്ടാവാതിരുന്നതെങ്കിൽ ഇന്ന് നീയും ഞാനും ഉണ്ടാവില്ലായിരുന്നു. ഡാഡിയെ തോപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ അയാൾ മമ്മിയെ കൂട്ടുപിടിച്ചത്. മമ്മി എന്നെ മണ്ടനായിട്ട് കാണുമൊന്നും വേണ്ട. ഓരോരുത്തരെ മനസ്സിലാക്കാനൊക്കെ എനിക്ക് പറ്റും. നിർത്തടോ നീ പറഞ്ഞു പരിധി വിട്ടു പോകണോ? ഞാനേ നിന്റെ മമ്മിയാ. ഞാനതിന് മമ്മിക്കെതിരെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ കാര്യങ്ങളിൽ കയറി ഇടപെടുന്ന അങ്കിളിനെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. ആരാടാ ഈ ഞങ്ങള്? നീ അത് തന്നെ പറയണം. ഈ ഞങ്ങളെന്ന് പറയുന്നതിൽ ഇഷിതയുണ്ടോയെന്ന് എനിക്ക് അറിയണം. മമ്മി ഒന്ന് പോയാൽ എനിക്ക് ഉറങ്ങണം. നീ ഒഴിഞ്ഞു മാറുകയാണല്ലേടാ. മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി നീ. എനിക്ക് മമ്മിയോട് പറയാനുള്ളത് അങ്കിളിൻ്റെ വാക്ക് കേട്ടിട്ട് ഡാഡിയെ വേദനിപ്പിക്കാൻ വരരുത് എന്നാണ്. വേദനിക്കാൻ പോകുന്നത് ഡാഡി ആയിരിക്കില്ല, മമ്മി ആയിരിക്കും എന്നാദ്യം പറയുന്നത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയിട്ടോ. അങ്കിളിനെ നഷ്ടപ്പെടാനൊന്നുമില്ല. ഡാഡിയെ തോപ്പിക്കാനേ ആര് വിചാരിച്ചാലും നടക്കത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് ഇനിയും മമ്മിക്ക് അറിയത്തില്ലേ? ഡാഡി ശത്രുവിനെ പോലും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഓരോരുത്തരെ എങ്ങനെ കാണുമെന്ന് ഡാഡിക്ക് അറിയാം. ഡാഡിക്കെതിരെ എന്തെങ്കിലും ഒരു മോശമായിട്ട് ഉള്ള വാക്ക് പറയാൻ മമ്മിക്ക് കഴിയോ? അതിന് മമ്മി തുനിഞ്ഞ ഡാഡി ചെയ്ത നല്ല കാര്യങ്ങൾ പോലും മമ്മി ഓർക്കണം. വീട്ടുകാരോട് പോലും പറയാതെ മമ്മിയെ ശുശ്രൂഷിച്ചില്ലേ ഒരു ദിവസം ഹോസ്പിറ്റലിൽ? ഡാഡിക്ക് ശരിയെന്ന് തോന്നുന്നേ ഡാഡി ചെയ്യുള്ളൂ. അതിന് ആരുടെ സമ്മതമോ അനുവാദമോ കാത്ത് ഡാഡി നിൽക്കുകയില്ല. അവിടെയാ ഞാൻ എൻ്റെ ഡാഡിക്ക് വില കൊടുക്കുന്നത്. ഉത്തരവില്ല കേട്ടോ നമ്മുടെ രചനയ്ക്ക്. എൻ്റെ ഡാഡിയെ തോപ്പിക്കാനേ ആർക്കും പറ്റത്തില്ല മമ്മി. അങ്കിളിന് അത് അറിയത്തില്ലെങ്കിലും മമ്മി അത് മനസ്സിലാക്കേണ്ടതാണ്. ഉത്തരം മുട്ടിയ രചനയ്ക്ക്. മമ്മി അങ്കിളിനൊപ്പം നിൽക്കരുത്. എനിക്ക് ഡാഡിയുടെ സ്നേഹം വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ഞാൻ മമ്മിക്കൊപ്പം ഉണ്ടല്ലോ. മമ്മിക്ക് അതുപോലെ എന്നാദ്യം ചോദിച്ചു. അവരെ അവരുടെ വഴിക്ക് വിട്ടേരെ മമ്മിക്ക് എന്താ വേണ്ട ഇനി? എന്തായാലും രചനയ്ക്ക് മനസ്സിലായി ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. രചനയെ ഉത്തരം മുട്ടിച്ചുകൊണ്ട് ആദ്യം ഇങ്ങനെ നിൽക്കുക. രചന അവിടെ നിന്ന് പോവുകയും ചെയ്തു കേട്ടോ. എന്തായാലും പിറ്റേ ദിവസം രാവിലെയായി. അഷിതയും മാഷും കൂടി വരികയാണ് കേട്ടോ ഇഷിതയെ കാണാനായിട്ട്. അപ്പോൾ സ്വപ്നവലിയോട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി വന്നു. കയറി വന്നപ്പോൾ കാണുന്നത് ഇഷിത അടിച്ചു വരാണ് കേട്ടോ. ആഹാ, റെസ്റ്റിലുള്ളയാൾ അടിച്ചു വരുന്നോ? അതിങ്ങ് തന്നെ. അതെ, അമ്മ അങ്ങനെ സ്നേഹം കൊണ്ട് പലതും പറയും. എനിക്ക് ബെഡ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അതെ, അങ്ങനെയാണെങ്കിൽ ഡെലിവറി കഴിയുന്നവരെ ഹോസ്പിറ്റലിൽ പോലും പോകാൻ പറ്റില്ലല്ലോ. എന്തായാലും 3-4 മാസം നല്ല ശ്രദ്ധ വേണം മോളെ. എല്ലാ പെൺകുട്ടികളെയും പോലെ തന്നെയാണ് നിൻ്റെ പ്രഗ്നൻസി. പക്ഷെ പുറത്തുള്ളവർ ധരിച്ചു വെച്ചിരിക്കുന്നത് പഴയ കഥകളാണല്ലോ. ട്രീറ്റ്മെൻറ്റ് ഫലിച്ച ശേഷമുള്ള പ്രഗ്നൻസി എന്നേ കരുതുള്ളൂ. അച്ഛൻ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മറ്റുള്ളവരുടെ വേദന കാണാനാണല്ലോ പലരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അഷിത പറഞ്ഞു, ഇത്ര നെഗറ്റീവ് സംസാരമൊന്നും വേണ്ട കേട്ടോ. അച്ഛൻ പറഞ്ഞതിൽ കയറി പിടിക്കാനൊന്നും നിൽക്കണ്ട. ഞാൻ സൂരജിനെ പ്രസവിക്കുന്നത് വരെ എനിക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. നീ എൻ്റെ അനിയത്തിയല്ലേ, നിൻ്റെ കാര്യത്തിലും അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പം മാഷ് പറഞ്ഞു, അച്ഛൻ പറയാൻ പോകുന്നതേ ഗർഭകാലത്ത് മോള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. മോളെ ഒന്നല്ല 2 പേരെ ശ്രദ്ധിക്കേണ്ടത്. അത് നീ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. നിൻ്റെ കാര്യത്തിൽ മഹേഷിനാണ് പ്രധാന റോള്. അച്ഛൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നും മഹേഷ് ലീവ് എടുത്ത് അച്ഛൻ്റെ മോളെ ശുശ്രൂഷിക്കാൻ കൂട്ടിയിരിക്കണമെന്ന്. മഹേഷ് ഇപ്പം ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഓഫീസിൽ പോകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ എന്നെ കളിയാക്കുമൊന്നും വേണ്ട അഷിത. എൻ്റെ 2 മക്കളെയും പ്രിയാമണെ വയറ്റിക്കൊണ്ട് നടക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത് 7 മാസവും ഞാൻ കൂടെ കരുതും. 7-ാം മാസം ഭാര്യ വീട്ടുകാർ കൊണ്ടുപോയില്ലേ. അച്ഛന് അവിടെ പോയി കഴിയാനും പറ്റിയില്ല. അവിടെയാണ് നിനക്ക് തെറ്റിയത്. 1 മാസം കഴിയുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ ഭാര്യയെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അച്ഛനാൾ ഭയങ്കരം തന്നെയല്ലോ എന്ന് അഷിത പറഞ്ഞു. പ്രിയാമണിയുടെ ബന്ധുക്കൾ എങ്ങനെ നോക്കിയാലും എനിക്കൊരു സമാധാനം വരത്തില്ല. പ്രസവിക്കാനുള്ള ചുമതലയെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റേത് മാത്രമാണ്. വേണമെങ്കിൽ നിങ്ങൾ അമ്മയോട് ചോദിച്ചു നോക്ക്, അവൾക്കും അത് തന്നെ ഇഷ്ടം. അപ്പോൾ അമ്മയുടെ ഡെലിവറി കഴിഞ്ഞിട്ടോ അതും അച്ഛനെ ഏറ്റെടുത്തോ? അത് പിന്നെ ടെൻഷൻ തീർന്നില്ലേ, 2-2 അപ്പം മഹേഷ് എന്നെ ഡെലിവറിക്ക് മുമ്പ് കൂട്ടിക്കൊണ്ട് പോന്നാലും അച്ഛനെതിര് പറയില്ല അല്ലേ? പെട്ടെന്ന് സ്വപ്നവലി നമ്മുടെ പ്രഭുമാഷ് നോക്കുക. അത് മോളെ, പ്രിയാമണി നിന്നെ നോക്കുന്നത് പോലെ സ്വപ്നത്തിന് നോക്കാൻ പറ്റുമോ?
അവിടെ അച്ഛൻ സ്വാർത്ഥനായി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സി യു. ഓക്കെ, താങ്ക് യു.